അല്ലെങ്കിൽ സ്പിനച്ച് ഇതെങ്ങനെയാണ് നമുക്ക് തോരൻ വെക്കാൻ പറ്റുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മളിതിൻ്റെ ഈ ലീഫും ഈ തണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. തണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കും. ലീഫ് എന്നിട്ട് ചെറുതായിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കും. അപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ശകലം തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 3-4 വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം കേട്ടോ. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിത് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർക്കാം. ഇപ്പം ഞാൻ തേങ്ങ ജസ്റ്റ് ചേർത്തു. തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ആ ഓയിലുമായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ആ സെപ്പറേറ്റ് ആയിട്ട് തണ്ടരിഞ്ഞ് വെച്ചിരുന്നില്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഹീറ്റിൽ മാത്രമേ ഇത് വെക്കാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി അതിൻ്റെ ആ ഇലയില്ലേ അതിട്ട് കൊടുക്കാം. കുറച്ച് നേരം നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഡ്രൈ ആവണ്ട, ഒത്തിരി വേവുമില്ല. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനതൊരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് അതിലോട്ട് ഒഴിക്കാം. ഓക്കെ, ശകലം ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമേ ഞാൻ ഉപ്പ് ചേർക്കുന്ന കാര്യം പറയാൻ മറന്നുമായിരുന്നു. ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ മുട്ടയിലും ഞാനൊരു ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതുമായിട്ട് മിക്സ് ചെയ്യാം. അതായത് ആ മുട്ട വേവാൻ വെയിറ്റ് ചെയ്യണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് തീ കുറച്ചുകൂടെ ഒന്ന് കൂട്ടി വെക്കാം. കാരണം ആ മുട്ടയൊന്ന് പെട്ടെന്നായി കിട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ കറിയാവും കേട്ടോ. ഇനിയിപ്പം നമ്മളിത് തുറന്ന് വെച്ച് ഇളക്കുന്നത് കൊണ്ട് കരിഞ്ഞു പോകും എന്നുള്ളൊരു പേടി വേണ്ട. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടിയായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. മുട്ട ചിക്കി പൊരിക്കില്ലേ, എന്താ അത് പറയുന്നത്, മുട്ട തോരൻ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി ഒരു തോരൻ്റെ പരുവത്തിലേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്പിനച്ച് തോരൻ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെയും ഉണ്ടാക്കിക്കോ. ഞങ്ങൾ